5, 6, 7, 8 ഉണ്ടോ? ഞാൻ 7, 8 8 റിങ് മേൽപോട്ടിട്ടിരിക്കുന്നു. ആരെങ്കിലും റിങ് മേൽപ്പെട്ടിട്ട് റിങ് കീഴ്പ്പെട്ടാണ്. പദ്ധതി നിർവഹണത്തിലെ അപാകത ഞാൻ പറയും. ഇവിടെ അതുപോലെ ഇവിടെ കൂട്ടത്തിലുണ്ട്, അമ്പലക്കുന്നത്തുണ്ട്, കോണി വെച്ചിട്ടാ കയറുന്നത് അല്ലേ? അമ്പലക്കുന്നത്ത് അതിന്റെ മുകൾക്ക് കയറാം, പമ്പ് ഹൗസിക്ക് കയറാം, കോണി വെക്കണം. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ, അതിനൊക്കെ ചെലവഴിച്ച തുക കേട്ടാൽ നിങ്ങൾ നെട്ടി വീണ് ഇവിടെ ബോധം കെട്ടു പോകും. പക്ഷെ പുന്നക്കാട് ആശുപത്രി തുടങ്ങിയോണ്ട് വലിയൊരു പേരാറില്ല. ആംബുലൻസ് അത്ര പ്രയാസമാണ്, അത്രയ്ക്ക് ലക്ഷങ്ങളാണ് ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ ആകെ ഒരു മികവ് പറയുന്ന എന്താ അറിയോ? ഒരു മന്ത്രി ഉണ്ട്, ഒരു ഒഴിഞ്ഞടക്കണ മന്ത്രി അബ്ദുറഹ്മാൻ. സ്പോർട്സിന്റെ ഉത്തരവാദപ്പെട്ട ആൾ പറഞ്ഞല്ലോ, സ്പോർട്സും മന്ത്രിയായിട്ട് ഒരു ബന്ധമില്ല. എന്നിട്ട് അയാൾ വെറുതെ ചൂടായി. അതിൻ്റെ ഒരു സെക്രട്ടറി ആരോ പറഞ്ഞു, സ്പോർട്സും മന്ത്രിയായിട്ടും ഒരു ബന്ധമില്ല. എല്ലാവരും അബ്ദുറഹ്മാൻ ഇവിടെ സിഗരറ്റ് കച്ചവടക്കാരൻ, കോഴിക്കോട് താനൂരത്തെ കോൺഗ്രസ്സുകാരൻ സീറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് മാറി. അപ്പോൾ മാറിയവർക്കൊക്കെ സീറ്റ് കൊടുക്കുക, അൻവറിന് കൊടുത്തു, അൻവർ എന്ന മാതിരി സീറ്റ് കൊടുക്കുക, MLA ഒക്കെ പറഞ്ഞാൽ കിട്ടിയപ്പോൾ മലപ്പുറത്തിന് ഒരു മന്ത്രിയാക്കിയിട്ട് തുണി നിലത്ത് വലിച്ചടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനല്ലാതെ ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു ഒഴുന്ന മന്ത്രി, ആ മന്ത്രി അവിടെ കൊടുന്ന് പല താക്കോൽ കൊടുക്കലും നടത്തി. ഭവന നിർമ്മാണം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിക്കുന്നിൽ ഞങ്ങൾ ഇന്നലെ പോയി കണ്ടു. അവിടെ 12 വീടുണ്ട്, 2-3 വീട്ടിലാണ് താമസമുള്ളത്, 9 വീട്ടിലും താമസമില്ല. ചിത്രത്തിലില്ലേ? ഇതാ ചിത്രം, കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടോ? ഞാനൊക്കെ ഉണ്ടായില്ലേ, അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കുക വീട്. അവിടെ 2 വീട്ടുകാർ താമസമുണ്ട്. ഒരു താത്ത അവിടെ അമ്മായിന്റെ മുദ്രാക്കം വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചില്ല, ആ താത്ത ഇന്നലെ കരഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടാവില്ലേ കരച്ചില്. നമ്മൾ പോരുമ്പോഴും കരയാണ്. വെള്ളം തുള്ളിയില്ല. വെള്ളത്തിന് പോകാൻ ആളെ വിളിക്കുകയാണ്, വെള്ളം കൊണ്ടുവരാൻ പോകാന്. വീട്ടിക്കുന്ന് നിങ്ങൾ പോയി കണ്ടാൽ മതി. വീട്ടിക്കുന്നിൽ ഇപ്പോൾ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ച് അതിൻ്റെ 1 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു വീടുണ്ട്. എൻ്റെ പുല്ലട്ടക്കാരി ഒരുത്തി അവിടെ താമസിച്ച് കുടുങ്ങിയിട്ടുണ്ട്. ഓലൊക്കെ ഇങ്ങോട്ട് പോരാൻ നിൽക്കുകയാണ്. ആ പുന്നക്കാട്ട ബഷീറും പുല്ലട്ടക്കാരി പെണ്ണൊക്കെ പോരാൻ നിൽക്കുക. കാരണം വെള്ളമില്ല, റോഡില്ല. വളരെ മോശപ്പെട്ട ഒരു സ്ഥലത്ത് വെള്ളം. സ്ഥലം ഇപ്പം അതേ കിട്ടിയുള്ളൂ എന്ന് വെക്കാം. എന്നാൽ അവിടെ കിണറുണ്ട്. അവിടെ ഇക്കോ ടൂറിസം പദ്ധതി കൊണ്ടുവന്നു. പ്രകൃതിയുടെ വരദാനമായി ലഭിച്ച കേരളം കൊണ്ട് കേരളത്തിലെ ഭൂപടത്തിൽ, ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചത് അനിൽകുമാറിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി. ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ അപ്രതീക്ഷിതമായി CPM അധികാരത്തിൽ വന്നു. CPM ഇവിടെ ഇടതുപക്ഷം ഇല്ല. സംസ്ഥാന സെക്രട്ടറി കൂടെ ഉണ്ടല്ലോ. ഇവിടെ ഇടതുപക്ഷം എന്ന പക്ഷമില്ല, ഘടക കക്ഷികൾ തീരെയില്ല. ഇവിടെ CPM മാത്രമാണ്. ആ CPM ഭരണകക്ഷി ഭരണത്തിൽ വന്നു. എങ്ങനെ വന്നു? ഞങ്ങളുടെ പോരായ്മ കൊണ്ട് വന്നു. കോൺഗ്രസും ലീഗും വെവ്വേറെ മത്സരിച്ചപ്പോ അതിൽ നക്ക് കണ്ട് ഞങ്ങളെ തമ്മിലടിപ്പിച്ച് പരസ്പരം കാലുവാരി വോട്ട് മറിച്ച് ചെയ്ത് UDFനെ തോൽപ്പിച്ചപ്പോ, UDF പരസ്പരം തോറ്റപ്പോ ഇടതുപക്ഷം ജയിച്ചു കയറി 13 അംഗങ്ങൾ വന്നു. ഞങ്ങൾ അംഗീകരിച്ചു. മുസ്തഫാക്ക് പോയി ഫോട്ടെടുക്കാം, എല്ലാവർക്കും കയറിയിരിക്കാം, മറച്ചു വെക്കാൻ പാടില്ല. പഞ്ചായത്ത് രാജ് ആക്ടിലുള്ള സുതാര്യമാണ്. എന്നാ പഞ്ചായത്ത് ജനലൊക്കെ അടച്ചില്ല. എന്നിട്ട് അവിടെ പലതും നടക്കുന്നുണ്ട്. ഞാനത് പറയുന്നില്ല, UDFകാരുടെ ഇടയിൽ നമ്മൾ പറയുന്നത് മോശം. അപ്പം അവിടെ പലതും നടക്കുക. എന്നിട്ട് എന്താ നടക്കുന്ന അറിയാം? റിക്സമോൾ കാണാത്തത് പലതും കാണിക്കും. ജെയിംസ് മാഷ് കണ്ടു, ഞാൻ അത്രേ പറയുള്ളൂ. ജെയിംസ് മാഷ് അപ്പം അതൊക്കെ ഒന്ന് നിർത്തായി, ജനങ്ങളൊക്കെ ഒന്ന് തുറന്നിടുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, UDF വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം തുടരണം കരുവാരക്കുണ്ടുകാർക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞ് ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെയും പ്രവർത്തകരെയും എൻ്റെ സഹപ്രവർത്തകരെയും സഹോദരിമാരെയും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട്
ഈ